ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളപ്പം സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കണ പോലെ വെറും തട്ടിക്കൂട്ട് ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് അല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് മെത്തേഡ് കാണിച്ചു തരുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണല്ലോ അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ പിൻട്രസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് പ്രിൻ്റബിൾ സ്റ്റിക്കേഴ്സ് എന്നൊന്ന് അടിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ ഗൂഗിളിലും ഇതേപോലെ അടിച്ചാലൊക്കെ കിട്ടും. എന്നിട്ട് നമുക്ക് വേണ്ട ഇമേജസൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്താൽ മതി. അത് നമ്മുടെ ഗാലറിക്ക് വരുമല്ലോ. അപ്പോൾ നമുക്ക് വേണ്ട ഇമേജസ് മാത്രം ഇതേപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും ഇമേജസൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ക്യാൻവ ഓപ്പൺ ആക്കാം. ഇതിപ്പോൾ ചിലവർക്കൊക്കെ അറിയണതായിരിക്കും, എന്നാലും ക്യാൻവ ഓപ്പൺ ആക്കുമ്പോഴേ അടിയിലായിട്ട് ഇതേപോലെ ഒരു സംഭവം കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട സൈസിലുള്ള പേപ്പർ ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ ഞാനൊരു A3 സൈസ് പേപ്പറാട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 സൈസൊക്കെ സെലക്ട് ചെയ്യാം. എനിക്ക് പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഈ A3 സൈസ് തന്നെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ എടുത്തിട്ടുള്ള ആ ഓരോ ഫോട്ടോസും ഇതേപോലെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഇത് ഡൗൺലോഡിങ് ആണ് കേട്ടോ. ഇതിനി നേരെ ഗാലറിക്ക് വന്നോളൂ. അപ്പോൾ ഇതാട്ടോ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ പ്രിൻ്റ് എടുക്കാനുള്ള സാധനം. അപ്പോൾ ഇനി ഇത് നമ്മൾ എടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് ഒന്ന് പ്രിൻ്റ് എടുക്കണം. സ്റ്റിക്കർ പേപ്പറിൽ പ്രിൻ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ മതി, 40 രൂപയ്ക്കേ ആവുള്ളൂ. അപ്പോൾ അതങ്ങനെ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ കാണുന്ന ഈ ഒരു ഗേൾസിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അത് ഞാൻ ജേണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ തപ്പി നടന്നിട്ടുണ്ട്. ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും, പക്ഷേ ഒടുക്കത്തെ വിലയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണമല്ലോ. എന്ത് ചെയ്യും? ജീം ബൂമ്പ അങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ കഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടത് കിട്ടും എന്നാണല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ കഷ്ടപ്പാടാവാം. ഇത് പക്ഷേ കട്ട് ചെയ്ത് കാണുമ്പോണ്ടല്ലോ ആ ഒരു ഭംഗി നല്ല രസമുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കൈയിൻ്റെ പണിയുണ്ടോ. പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ, നമുക്കിതൊക്കെ കട്ട് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാലേ ഓൺലൈനിൽ ഇങ്ങനത്തെയൊക്കെ മേടിക്കാൻ കിട്ടുമെങ്കിലും റൈറ്റൊക്കെ കാണുമ്പോഴേ നമുക്കൊരു 10 ബിരിയാണി കഴിക്കാനുള്ള ക്യാഷ് ഉണ്ടാവും. അപ്പോൾ അതിനെക്കാട്ടി നല്ലതല്ലേ നമുക്കൊരു 40 രൂപക്കൊക്കെ ഇതേപോലെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഹാരി പോട്ടർ തീമിൽ കൂടി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. കുറേ ആൾക്കാരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹാരി പോട്ടർ തീമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. ജേണൽ ചെയ്യുമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമെന്ന്. അപ്പോൾ എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ജേണൽ ചെയ്യണം എന്നാണ്. അപ്പോൾ ഇത്രയും സ്റ്റിക്കേഴ്സൊക്കെയാണ് കേട്ടോ നമ്മൾ വെട്ടിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, സംഭവം നൈസാണ്, അടിപൊളിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കില്ലേ. അടുത്തത് ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സാണ്. ഇതെല്ലാവർക്കും അറിയണ സംഭവം തന്നെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു തട്ടിക്കൂട്ട് മെത്തേഡ്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട ഇമേജസിൽ ലൈറ്റൊന്ന് കൂട്ടി കൊടുത്തിട്ടേ ഫോണിൻ്റെ മേലെ ഒരു പേപ്പർ വെച്ച് കൊടുക്കുക. അതിൽ നിന്ന് ഇതേപോലെ ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മൾ സ്കെച്ച് ചെയ്തെടുത്ത് ഇനി ഇതിൽ കുറച്ച് ബോർഡറൊക്കെ ബ്ലാക്ക് പെൻ വെച്ച് വരച്ച് കൊടുക്കുക. അതേപോലെ തന്നെ കളറൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റിക്കറിൻ്റെ ലുക്ക് കിട്ടും. വാങ്ങിയ സ്റ്റിക്കറിൻ്റെ ലുക്കൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കണതിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ലുക്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതേപോലെ കുറച്ച് 4-5 ഇമേജസ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിത് 2 മെത്തേഡിലാട്ടോ ഉണ്ടാക്കുന്നത്. ഒന്ന് ഈ ഒരു ബട്ടർ പേപ്പറിൻ്റെ മേലെ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മളൊരു സെല്ലോ ടാപ്പും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഒരു ബട്ടർ പേപ്പറും കൂടി കൂട്ടിയിട്ട് വേണം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ ഇത് ഒട്ടുള്ളൂ കേട്ടോ. അല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ കണക്കുണാക്കി വെട്ടിയിട്ട് പിന്നെ ഒട്ടുന്നില്ലോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഇല്ലാതെ എങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പിക്സൊക്കെ ഇതേപോലെ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യത്തേത് ഇതേപോലത്തെ ടാപ്പ് ഉണ്ടല്ലോ, അതായത് ഡബിൾ സൈഡ് ടാപ്പ്, കട്ടില്ലാത്ത ടൈപ്പ്. ഇതിനൊരു 40 രൂപയ്ക്കാണ്.
അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു സാധനം മസ്റ്റ് ബൈ ആണ് കേട്ടോ, അടിപൊളിയാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ 10 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുന്ന ഈ ഒരു ഫോം ടൈപ്പുള്ള ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതാണെങ്കിൽ കുറച്ച് പൊന്തി നിൽക്കും, കാണാൻ വേറെ തന്നെ ഭംഗിയാണ്. അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇത്രയും സ്റ്റിക്കേഴ്സൊക്കെ വർക്കിംഗ് ആണോന്നും കൂടി നോക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മൾ നോക്കണത്. ഞാൻ ഈ പറിക്കുന്ന മെത്തേഡൊന്നും നിങ്ങളത്ര കാര്യമാക്കണ്ട, ഞാൻ കുറച്ച് അറിബറിൻ്റെ ആളാണ്, അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ തിരക്ക് കൂട്ടി ഒട്ടിക്കണത്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് സംഭവം എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറയും, വെറുതെ ഞാൻ തള്ളിയിട്ട് കാര്യമില്ലല്ലോ. സംഭവം നൈസാണ്, ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് നമ്മുടെ ആ ഒരു ഫോം ടൈപ്പ്, ഇതിനെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊക്കെ അടിപൊളിയാണെന്ന്. ഇനി നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഗേൾ സ്റ്റിക്കർ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഒട്ടിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതും കൂടെ പറയാൻ മറക്കണ്ട കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.